ഇന്ന് നമുക്ക് ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ദൃഢം എന്ന മലയാളം സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുന്നത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ഗ്രാമം കാണിച്ചുകൊണ്ടാണ്. ആ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് SI ആയി ജോയിൻ ചെയ്യാനെത്തുകയാണ് കഥാനായകനായ വിജയ് രാധാകൃഷ്ണൻ. സ്റ്റേഷനിലെത്തുന്ന വിജയെ സ്വീകരിക്കുവാനായി എത്തുന്നത് ഹെഡ് കോൺസ്റ്റബിളായ കൃഷ്ണനാണ്. കൂടെ കോൺസ്റ്റബിൾമാരായ സജിയും ബാലനും ഒക്കെയുണ്ട്. കൃഷ്ണനാണ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. സത്യൻ, ബാലൻ, ആനന്ദ് എന്നിവരാണ് സ്റ്റേഷനിലെ 3 കോൺസ്റ്റബിൾമാർ. പുതുതായി ജോയിൻ ചെയ്യാനെത്തുന്ന വിജയ്ക്ക് ആ ഒരു ഗ്രാമം മുഴുവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കൃഷ്ണനായിരുന്നു. ഈ ഒരു ഗ്രാമം സമാധാനം നിറഞ്ഞതാ. വലിയ പ്രശ്നങ്ങളോ ഒന്നുമുള്ളവരല്ല ഇവിടെയുള്ള നാട്ടുകാർ. അതുകൊണ്ട് തന്നെ വലിയ കേസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ കൃഷ്ണൻ പറയുന്നു. പതിവ് പോലെ അവർ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്കാണ് വിജയെ കൂട്ടിക്കൊണ്ടുവരുന്നതും. അവിടെ ഇരുന്ന് ഫുഡും കഴിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരു പാലം കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഈ പാലം വരെയാണ് നമ്മുടെ സ്റ്റേഷൻ പരിധിയുള്ളത്. പിന്നീട് എന്ത് പ്രശ്നമുണ്ടായാലും അടുത്ത സ്റ്റേഷനിലുള്ളവർ നോക്കിക്കൊള്ളുമെന്നാണ് കൃഷ്ണൻ പറയുന്നതും. അങ്ങനെ വിജയാണെങ്കിലോ SI ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്. വിജയ്ക്ക് ആ ഒരു ഗ്രാമം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയം ഒരു ദിവസം സ്റ്റേഷനിലേക്ക് ഒരു ഫിനാൻസ് കമ്പനി നടത്തുന്ന ഒരാൾ വരികയാണ്. ആ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ പലിശയ്ക്ക് കാശ് കൊടുക്കുന്നത് അയാളായിരുന്നു. വിജയ്ക്ക് അടുത്തേക്ക് എത്തിയ അയാളാണെങ്കിൽ വിജയുടെ കയ്യിൽ കുറച്ച് കൈക്കൂലി വെച്ച് കൊടുക്കുന്നു. എന്നാൽ വിജയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും ഇത് എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ആ ഒരു ഫിനാൻസ് കമ്പനി നടത്തുന്ന ആളിനോട് പറയുന്നു. അതിനുശേഷം കൃഷ്ണനടുത്ത് വന്നിട്ട് അയാൾ എനിക്ക് കൈക്കൂലി തരുന്നു. അയാൾ ഫിനാൻസ് കമ്പനി നടത്തുന്ന ആളാണ്. ഇതിനിടയിൽ എന്തോ ഉണ്ടെന്നാ തോന്നുന്നത്. അല്ലാതെ അയാൾ എനിക്കെന്തിനാ ഇത്രയും കാശ് കൈക്കൂലി തരുന്നതെന്നും വിജയ് പറയുന്നു. അതിന് മറുപടിയായിട്ട് കൃഷ്ണൻ പറയുന്നത് അയാൾ ഈ സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നും കൊള്ളപ്പലിശ ഈടാക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വന്ന് കൈക്കൂലിയൊക്കെ തരുന്നത്. പിന്നെ ഈ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇങ്ങനെ കുറച്ച് കാശൊക്കെ വാങ്ങുന്നത് കൊണ്ടാ. സാർ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് കൃഷ്ണൻ പറയുമ്പോൾ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ ഒരു കാശ് നിങ്ങൾ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ എന്റെ കൈവശം എത്തരുതെന്ന് പറഞ്ഞിട്ടാണ് വിജയ് അവിടെ നിന്ന് പോകുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ വിജയ് ഒരു സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. സജി എന്ന ആളുടെ വസ്തുവിൽ നിന്നും ഒരഴുകിയ നിലയിൽ മനുഷ്യന്റെ കൈ കിട്ടിയിരിക്കുന്നുവെന്ന്. വിവരമറിഞ്ഞതും ഉടനെ തന്നെ വിജയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടമാകെ അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് കൈ കൂടാതെ അഴുകിയ നിലയിൽ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡിയും കിട്ടുകയാണ്. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനും അയക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് മരണപ്പെട്ട ആളിന് 30 അല്ലെങ്കിൽ 35 വയസ്സിനിടയിൽ പ്രായം കാണും. മരണം സംഭവിച്ചിട്ട് ഏകദേശം 2-3 ദിവസമായി. അതുകൊണ്ടാണ് ഡെഡ് ബോഡി ഈ നിലയിൽ അഴുകിയിരിക്കുന്നത്. കൊലയാളി ഇരുമ്പ് ദണ്ടുകൊണ്ട് തലയ്ക്ക് മാരകമായി അടിച്ചതിനു ശേഷം കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് തന്റെ കണ്ടെത്തൽ എന്നുള്ള കാര്യം ഡോക്ടർ വിജയിയോട് പറയുന്നു. ഡോക്ടർ പറഞ്ഞതെല്ലാം വെച്ച് വിജയ് കേസ് അന്വേഷിക്കുവാനായും തീരുമാനിക്കുന്നു. ആദ്യമായിട്ട് വിജയ് എത്തിയത് ആ ഒരു വസ്തുവിന്റെ ഓണറായിട്ടുള്ള സജിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. സജിയോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് കുറേ നാളുകളായിട്ട് ആ വസ്തുവിൽ താൻ കൃഷിയൊന്നും ഇറക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ കാടുകയറി കിടക്കുകയാണ്. ആ ഒരു വസ്തുവിൽ ഡെഡ് ബോഡി കിടന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡെഡ് ബോഡിക്കും തനിക്കും ഒരു ബന്ധവുമില്ലെന്നും സജി പറയുന്നു. അങ്ങനെയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത് കണ്ടെത്തണമെന്നും വിജയ് തീരുമാനിക്കുന്നു. അതേ സമയത്തായിരുന്നു മറ്റൊരു പ്രശ്നം വിജയെ തേടി വന്നത്. ആ ഒരു ഫിനാൻസ് കമ്പനിയിൽ ആരോ 3 പേർ കയറി മോഷണം നടത്തിയിരിക്കുന്നു. വിവരമറിഞ്ഞ ഉടനെ തന്നെ വിജയും തന്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഫിനാൻസ് കമ്പനിയിലേക്ക് എത്തുന്നു. അവിടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഫിനാൻസ് കമ്പനി നടത്തുന്ന ആൾ വിജയെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മോഷണം പോയി എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആ ഫിനാൻസ് കമ്പനിയില് വലിയൊരു ഇരുമ്പ് ലോക്കറും അതിനുള്ളിൽ 125 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. അതാണ് മോഷണം പോയിരിക്കുന്നത്. അതെല്ലാം കേൾക്കുന്ന വിജയ്ക്ക് പ്ലാൻ ചെയ്താണ് ആരോ ഇതൊക്കെ തൂക്കിയിരിക്കുന്നെന്നുള്ള കാര്യം മനസ്സിലായി. CC ക്യാമറ ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാമെന്ന് കരുതി നോക്കിയാലോ CC ക്യാമറ എല്ലാം ബ്ലോക്ക് ചെയ്തതിനു ശേഷമാണ് അവർ ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന വിജയിയോട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഈ ഫിനാൻസ് കമ്പനിയെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അതും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണെന്നുള്ള കാര്യവും കൃഷ്ണൻ പറയുന്നു. ഫിനാൻസ് കമ്പനിയിൽ മോഷണം നടന്നതറിഞ്ഞ് ജനങ്ങളെല്ലാവരും അവിടെ തടിച്ചുകൂടുകയാണ്. സ്വർണവും പണവും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തവരായിരുന്നു ആ വന്നു നിൽക്കുന്നവർ. ഉടനെ തന്നെ ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കാമെന്ന് വിജയ് അവരെ സമാധാനിപ്പിക്കും. ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ നിന്ന് രൂക്ഷമായിട്ട് വിജയെ നോക്കുന്നുണ്ട്. അങ്ങനെ വിജയാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റേഷനിലേക്കും എത്തുന്നുണ്ട്. വിജയ് ചിന്തിക്കുന്നത് വിജയ് ജോയിൻ ചെയ്തിട്ട് ഏകദേശം 3 ദിവസമായതേ ഉള്ളൂ. 3 ദിവസത്തിനിടയിൽ വെച്ച് ഒരു കൊലപാതകവും ഒരു മോഷണവും നടന്നിരിക്കുന്നു.
ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകത്തിനും മോഷണത്തിനും വല്ല ലിങ്കുണ്ടോ? ആ ഒരു ഫിനാൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഒരു ഫിനാൻസ് കമ്പനി കാരണം ബാധിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തുവാനായിട്ടും വിജയ് തീരുമാനിക്കുന്നു. അപ്പോഴാണ് മനോജ് എന്നൊരാളിനെ കുറിച്ച് വിജയ് അറിയുന്നത്. ഈ മനോജ് ഇതേ ഫിനാൻസ് കമ്പനിയിൽ നിന്നും തന്റെ വസ്തുവൊക്കെ പണയം വെച്ചിട്ടാണ് കാശെടുത്തത് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വിചാരിച്ചത്ര ബിസിനസ് അങ്ങനെ സക്സസ് ആയില്ല. ബിസിനസ് പൊട്ടിയതോടുകൂടി വല്ലാത്തൊരവസ്ഥയിലേക്ക് മനോജ് പോവുകയുണ്ടായി. വാങ്ങിയ കാശൊന്നും തിരിച്ചു കൊടുക്കാനാകാതെ മനോജ് നാടുവിട്ടു പോവുകയാണ് ചെയ്തത്. മനോജ് ആയിരിക്കുമോ ഇതിനെല്ലാം പിന്നിലെന്നൊക്കെ വിജയ് ചിന്തിക്കുന്നു. വിജയ് നേരെ എത്തുന്നത് മനോജിന്റെ വീട്ടിലേക്കാണ്. മനോജിന്റെ വീട്ടിൽ മനോജിന്റെ ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മനോജിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴോ ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്നതായിരുന്നു മനോജിന്റെ ഭാര്യയുടെ മറുപടി. മനോജിന്റെ വീട് നിരീക്ഷിക്കുവാനായിട്ടും കുറച്ച് പോലീസുകാരെ ഏർപ്പാടാക്കുന്നു. മനോജ് അല്ലാതെ മറ്റാരെങ്കിലും ഈ ഒരു ഫിനാൻസ് കമ്പനി കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ മധു എന്നൊരാളിനെ കുറിച്ച് അറിയുന്നു. മധു ഈ ഫിനാൻസ് കമ്പനി കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആളാണ്. മധുവിന് എന്താണ് പ്രശ്നമെന്നാൽ മധു യഥാർത്ഥത്തിൽ ഈ ഫിനാൻസ് കമ്പനിയിൽ നിന്നും കൊള്ള പലിശയ്ക്ക് കാശ് വാങ്ങിയിരുന്നു. പക്ഷേ വിചാരിച്ചതുപോലെ കാശ് തിരിച്ചടയ്ക്കാനായില്ല. ഒടുവിൽ മധുവിന്റെ വീടെല്ലാം ജപ്തിയായി. അതിൽ മനനൊന്ത് മാനസിക പ്രശ്നമൊക്കെ ഉണ്ടായ മധുവാണെങ്കിലോ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. മരണപ്പെട്ട മധുവിന് 2 മക്കളുണ്ട്, സനീഷും കിരണും. മധുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് വിജയ്. മധുവിന്റെ വീട്ടിൽ മധുവിന്റെ ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സനീഷിനെയും കിരണിനെയും പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അച്ഛന്റെ മരണശേഷം സനീഷ് വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിൽക്കാനാകാതെ ഈ നാട്ടിൽ നിന്നും പുറത്തുപോയാണ് അവൻ ജോലി ചെയ്യുന്നത്. പിന്നെ കിരൺ, അച്ഛന്റെ മരണത്തോടെ കിരൺ മദ്യത്തിനടിമയായി. എപ്പോഴും മദ്യപിച്ചാണ് നടക്കാറുള്ളത്. അവൻ വീട്ടിലേക്ക് വരാറേ ഇല്ല എന്നുള്ള കാര്യം അമ്മ പറയുന്നു. ഇപ്പോൾ വീട്ടിൽ സനീഷും കിരണുമില്ല. അതുകൊണ്ട് തന്നെ സനീഷിന്റെയും കിരണിന്റെയും ഫോട്ടോ ആവശ്യപ്പെടുകയാണ് വിജയ്. സനീഷിന്റെ ഫോട്ടോ കാണുന്ന വിജയ്ക്ക് പെട്ടെന്ന് ഇയാളെ കണ്ടതുപോലെ ഒരു ഓർമ്മ വരുന്നു. ഫിനാൻസ് കമ്പനിയുടെ പുറത്ത് ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിന്നില്ലേ, ആ കൂട്ടത്തിൽ ഈ സനീഷ് ഉണ്ടായിരുന്നോ എന്നൊരു സംശയം വിജയ്ക്കുണ്ടാകുന്നു. വിജയെ രൂക്ഷമായി നോക്കിക്കൊണ്ടു നിന്ന ഒരു പയ്യനില്ലേ, അത് യഥാർത്ഥത്തിൽ ഈ സനീഷ് ആയിരുന്നു. അച്ഛന്റെ മരണത്തിന് കാരണമായ ഫിനാൻസ് കമ്പനിയോട് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണോ സനീഷും കിരണും ചേർന്ന് മോഷണം നടത്തിയിരിക്കുന്നത് എന്ന സംശയം വിജയ്ക്കുണ്ടാകുന്നു. ആ ഒരു രീതിയിലാണ് കേസന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്തായിരുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വിജയ് അറിയുന്നത്. ആ ഗ്രാമത്തിലെ ഡാമിനുള്ളിൽ നിന്നും മറ്റൊരു ഡെഡ് ബോഡി കൂടി കിട്ടിയിരിക്കുന്നു. എങ്ങനെയാണോ കാടിനുള്ളിൽ ഒരാളുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത്, അതേ പാറ്റേണിൽ തന്നെയാണ് ദേ ഇപ്പോൾ ഈ ഡെഡ് ബോഡിയും കണ്ടെത്തിയിരിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നു. കയറിൽ കെട്ടിയിറക്കിയിരിക്കുന്ന നിലയിലാണ് ഡെഡ് ബോഡി കണ്ടെത്തിയിരിക്കുന്നതും. ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് കാടിനുള്ളിൽ നിന്ന് കിട്ടിയ വ്യക്തിയുടെ ഡെഡ് ബോഡിയിൽ സംഭവിച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ഡെഡ് ബോഡിയിലും സംഭവിച്ചിരിക്കുന്നത്. രണ്ടുപേരെയും കൊന്നിട്ടുള്ളത് ഒരേ ആൾ തന്നെയാണ്. ഇതിന് പിന്നിൽ ഒരേ കൊലയാളി തന്നെയാണെന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. 2 കൊലപാതകം, 1 മോഷണം, ഇതിന് പിന്നിലുള്ള ആളിനെ കണ്ടെത്തണമെന്നും വിജയ് തീരുമാനിച്ചുകൊണ്ട് അന്വേഷണവും നടത്തുകയാണ്. രാത്രി പോലും റെസ്റ്റ് എടുക്കാതെ രാത്രി സമയങ്ങളിൽ പരിചയമില്ലാത്ത ആരെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് രാത്രി നൈറ്റ് പെട്രോളിംഗ് ഒക്കെ നടത്തുകയാണ് വിജയ്. നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് സ്റ്റേഷനിൽ വിദ്യയിൽ നിന്നും വിജയ്ക്ക് ഒരു കോള് വരുന്നു. ഗ്രാമത്തിലെ കാടിനുള്ളിൽ വെച്ച് ഏതോ ഒരാൾ മറ്റൊരാളെ കൊന്നതിന് ശേഷം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് അതുവഴി പോയൊരാൾ കണ്ടിരുന്നു എന്നുള്ള കാര്യം വിജയെ അറിയിക്കുന്നു. വിവരമറിഞ്ഞ ഉടനെ തന്നെ വിജയ് ആ ഒരു കാട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ആകെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് കാണുന്നു. കൊലയാളി ആരെയോ കൊന്നിട്ട് കുഴിച്ചു മൂടുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. വിജയ് അവിടേക്ക് വന്നതറിഞ്ഞ് കൊലയാളി അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. വിജയ് ഉടനെ തന്നെ ഡെഡ് ബോഡിക്കടുത്തെത്തി പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഡെഡ് ബോഡിയുടെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണ ചെയിൻ കിട്ടുന്നു. അതേ സമയം തന്നെയായിരുന്നു വിജയുടെ പിന്നിലായിട്ടൊരാൾ വരികയും അയാൾ വിജയുടെ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. അതാ കൊലയാളിയായിരുന്നു. വിജയുടെ ബോധവും പോകുന്നു. അതേ സമയത്ത് സ്റ്റേഷനിൽ നിന്നും അവിടേക്ക് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. അത് കാണുന്ന കൊലയാളി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. വിജയ്ക്ക് അടുത്തേക്ക് എത്തുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ബോധമറ്റ് കിടക്കുന്ന വിജയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ബോധം വരുന്ന വിജയോട് കൃഷ്ണൻ കുറച്ച് കാര്യങ്ങൾ പറയും. അത് കേസന്വേഷണത്തിന് ലീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേ ദിവസം കൊലയാളി കൊല ചെയ്തിട്ട് ബോഡി മറവ് ചെയ്യാതെ പോയത് തമിഴ്നാട് സ്വദേശിയായ അരുളിന്റെ ഡെഡ് ബോഡിയാണ്. അരുളും അവന്റെ 3 കൂട്ടുകാരും, മൊത്തത്തിൽ 4 പേരാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്നത്. അവർ തമിഴ്നാട്ടിലെ ഒരു ബാങ്ക് കൊള്ളയടിച്ചിട്ടാണ് കേരളത്തിൽ ഒളിച്ചിരിക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നത്. അരുളിനൊപ്പം അവന്റെ ബാക്കി 3 കൂട്ടുകാരാണ് അൻപ്, മണികണ്ഠൻ, കുമാർ എന്നിവർ. അതിൽ അൻപും മണികണ്ഠനും നേരത്തെ മരണപ്പെട്ടു പോയി. അൻപിന്റെ ഡെഡ് ബോഡിയാണ് ആദ്യം കാട്ടിൽ നിന്ന് കണ്ടെത്തിയത്. രണ്ടാമത് ഡാമിൽ നിന്ന് കണ്ടെത്തിയത് മണികണ്ഠന്റെ ഡെഡ് ബോഡിയും.
ദേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അരുളിന്റെ ഡെഡ് ബോഡിയും. കുമാർ മാത്രം മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യമാണ് കൃഷ്ണൻ വിജയിയോട് പറയുന്നത്. അപ്പോൾ ഇവർ നാലുപേരും ചേർന്നായിരിക്കാം ഫിനാൻസ് കമ്പനി കൊള്ളയടിച്ചത് എന്നുള്ള ചർച്ചകളൊക്കെ പോലീസുകാർക്കിടയിൽ നടക്കുന്നു. പക്ഷേ ഫിനാൻസ് കമ്പനി കൊള്ളയടിക്കുന്നതിന് മുൻപ് തന്നെ ഒരാളുടെ ഡെഡ് ബോഡി കണ്ടെത്തിയല്ലോ, അതും അഴുകിയ നിലയിൽ. പിന്നെ എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? ഒരാൾ മിസ്സിംഗുമാണ്. ഇവരെല്ലാവരും ചേർന്ന് മോഷണം നടത്തിയതിനു ശേഷം ഇവരെ മൂന്നുപേരെയും കൊന്നിട്ട് കുമാർ രക്ഷപ്പെട്ടതായിരിക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ പോലീസുകാരുടെ ഇടയിൽ വരുന്നു. ഇതെല്ലാം തെളിയണമെങ്കിൽ കുമാറിനെ കണ്ടെത്തണമെന്നും അവർ തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് ഫിനാൻസ് കമ്പനിയുടെ ഓണറിനെ കാണിക്കുന്നു. ഓണറിന്റെ കാർ പഞ്ചർ ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കാറിനടുത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് മുഖം മൂടിയിട്ട ഒരാളാണെങ്കിൽ ഓണറിനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് വരുന്നു. അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓണർ പോയി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് വിജയെ കോൾ ചെയ്യുകയാണ്. മുഖം മൂടിയിട്ട ഒരാൾ എന്നെ കൊല്ലുവാനായി ശ്രമിക്കുന്നു, എത്രയും വേഗം ഇവിടേക്ക് വരണം, എന്നെ രക്ഷിക്കണമെന്ന് അയാൾ കെഞ്ചി പറയുന്നു. സംഭവ സ്ഥലത്തേക്ക് വിജയും മറ്റ് പോലീസുകാരും വരികയാണ്. എന്നാൽ അതേസമയം മുഖം മൂടിയിട്ട ആളാണെങ്കിലോ ഫിനാൻസ് കമ്പനി ഓണറിനെ ആക്രമിക്കുവാനായും ശ്രമിക്കും. പോലീസുകാർ വരുന്നത് കണ്ട് അയാൾ രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ അയാളെ വളഞ്ഞിട്ട് പിടികൂടുകയും ചെയ്യുന്നു. ആ ഒരു മുഖം മൂടി മാറ്റി നോക്കുന്ന സമയത്താണ് ആൾ ആരാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നത്. അത് മറ്റാരുമല്ല, ഫിനാൻസ് കമ്പനി കാരണം ആത്മഹത്യ ചെയ്ത മധുവിലെ മധുവിന്റെ മൂത്ത മകനായ സനീഷായിരുന്നു അത്. സനീഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. സനീഷ് പറയുന്നത്, ഫിനാൻസ് കമ്പനി കാരണമാണ് എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ ഫിനാൻസ് കമ്പനി നടത്തുന്ന ആളിനോട് പ്രതികാരം തോന്നി, അയാളെ കൊല്ലണമെന്ന് തോന്നി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ ഇതുവരെ നടന്ന കൊലപാതകങ്ങൾക്കും ഫിനാൻസ് കമ്പനി കൊള്ളയടിച്ചതിനും ഞാൻ ഉത്തരവാദിയൊന്നുമല്ല. ഞാനത് ചെയ്തിട്ടുമില്ല. അത് കേൾക്കുന്ന വിജയ് ചോദിക്കും, നീ എന്ന് ആളുകളെല്ലാവരും കൂടി നിന്നതിനിടയിൽ വെച്ച് എന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നല്ലോ, നീ എന്തിനാ അവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് ഈ ഒരു ഫിനാൻസ് കമ്പനി തകരുന്നത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാ ഞാൻ അവിടേക്ക് വന്നത്. ആരോ ഫിനാൻസ് കമ്പനി കൊള്ളയടിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അയാളുടെ തകർച്ച കാണണം, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം എന്നുള്ള കാര്യവും അവൻ പറയുന്നു. അത് കേൾക്കുന്ന വിജയ് സനീഷ് പറയുന്നത് സത്യമാണോ എന്നുള്ളത് അറിയുവാൻ വേണ്ടിയിട്ട് ഈ 3 മരണങ്ങൾ നടന്ന സമയത്തും ഫിനാൻസ് കമ്പനി കൊള്ളയടിച്ച സമയത്തും സനീഷ് എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുന്നു. അവൻ ഈ ഗ്രാമത്തിലേ ഇല്ല എന്നുള്ള കാര്യം വിജയ് കണ്ടെത്തുകയാണ്. അതോടുകൂടി സനീഷ് കുറ്റക്കാരനല്ല എന്ന് മനസ്സിലാക്കി സനീഷിനെ വെറുതെ വിടുന്നു. കുമാറും തന്റെ 3 കൂട്ടുകാരും ചേർന്ന് മോഷണം നടത്തിയതിനു ശേഷം കുമാർ തന്റെ 3 കൂട്ടുകാരെയും കൊന്നിട്ട് മോഷണ സാധനങ്ങളുമായിട്ട് രക്ഷപ്പെട്ടു പോയതായിരിക്കുമോ? കുമാറിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും വിജയ് തീരുമാനിക്കുന്നു. മാത്രവുമല്ല, അരുളിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെയിൻ കിട്ടിയില്ലേ, ആ ഒരു ചെയിൻ കൊണ്ടുവന്ന് ഫിനാൻസ് കമ്പനിയിൽ കൊണ്ടുവന്ന് നോക്കുന്ന സമയത്ത് ഫിനാൻസ് കമ്പനിയിലുള്ള അതേ ചെയിൻ തന്നെയാണ് അരുളിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതെന്നുള്ള കാര്യം വിജയ്ക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഫിനാൻസ് കമ്പനിയിൽ നടന്ന മോഷണത്തിന് പിന്നിൽ ഇവർ 4 പേരുമാണെന്ന് വിജയ് ഉറപ്പിക്കുന്നു. മാത്രവുമല്ല, ഈ ഫിനാൻസ് കമ്പനിയുടെ CCTV ഫുട്ടേജ് ഒന്നും കിട്ടിയില്ലല്ലോ. പക്ഷേ ഫിനാൻസ് കമ്പനിക്ക് ഓപ്പോസിറ്റ് ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ നിന്നും CCTV ഫുട്ടേജ് വിജയ് കളക്ട് ചെയ്യുകയാണ്. ഒരു തരത്തിലുള്ള ക്ലൂവും അവന് കിട്ടിയതേയില്ല. എന്നാൽ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു ഫുട്ടേജ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആകുന്നു. ഉടനെ തന്നെ വിജയ് സ്റ്റേഷനിലേക്കും എത്തുകയാണ്. എന്നിട്ട് 2 കോൺസ്റ്റബിൾമാരായ സത്യനെയും ആനന്ദിനെയും അകത്തേക്ക് വിളിക്കുന്നു. ഫിനാൻസ് കമ്പനിയിലെ മോഷണം നടന്ന ദിവസം, അന്നേ ദിവസം രാത്രി നിങ്ങൾ എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞത്? അത് ഞങ്ങൾ ജീപ്പിൽ പെട്രോൾ അടിക്കുവാൻ വേണ്ടിയിട്ട് പോയതാണ്, സാറിനോടൊന്ന് പറഞ്ഞിരുന്നല്ലോ എന്നുള്ള കാര്യം അവർ പറയുന്നു. അല്ല, നിങ്ങൾ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞിട്ട് വിജയ് ഉടനെ തന്നെ 2 കോൺസ്റ്റബിൾമാരെയും തല്ലുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഫിനാൻസ് കമ്പനിയിലേക്ക് അന്നേ ദിവസം എത്തിയിരുന്ന ഒരേ ഒരു വണ്ടി, അത് ഈ 2 കോൺസ്റ്റബിൾമാരും പോയ ജീപ്പാണ്. അവർ പെട്രോൾ പമ്പിലേക്കായിരുന്നില്ല പോയത്, ആനമല ഫിനാൻസ് കമ്പനിയിലേക്കായിരുന്നു. അതെങ്ങനെയാണ് വിജയ് കണ്ടെത്തിയതെന്നാൽ, ഒരുപാട് നേരം റിപ്പീറ്റ് ആയിട്ട് ആ ഒരു CCTV ഫുട്ടേജ് കണ്ടുകൊണ്ടേയിരുന്നല്ലോ. പക്ഷെ ഒരു വണ്ടിയും പാസ് ചെയ്ത് പോയില്ല. എന്നാൽ അതിനിടയിൽ വെച്ച് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, വണ്ടികളുടെ ലൈറ്റ്. അതിൽ നീലയും ചുവപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വണ്ടിയിലുണ്ടാകുന്ന അതേ ലൈറ്റ് തന്നെയാണ്. മാത്രമല്ല, അതിന്റെ റിഫ്ലക്ഷനാണ് വിജയ് കണ്ടതും. അതോടുകൂടി ആനമല ഫിനാൻസ് കമ്പനിയിലേക്ക് എത്തിയിരുന്ന ഒരേയൊരു വണ്ടി അത് പോലീസ് ജീപ്പാണെന്നുള്ള കാര്യം വിജയ് ഉറപ്പിച്ചു. സത്യം പറ, നിങ്ങളല്ലേ ആ ഫിനാൻസ് കമ്പനിയിൽ മോഷണം നടത്തിയത്? നിങ്ങളുടെ വണ്ടി മാത്രമാണ് അവിടേക്ക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം വിജയ് ചോദിക്കുമ്പോൾ സത്യനും ആനന്ദും ഒന്നും പറയത്തേയില്ല. എനിക്ക് സംശയമുള്ള കാര്യം ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞ് വിജയ് കോൾ ചെയ്യുവാനായി ഒരുങ്ങുന്ന സമയത്ത് സത്യൻ ഫോൺ പിടിച്ചു വാങ്ങുന്നു. ഉടനെ തന്നെ വിജയ് ഹെഡ് കോൺസ്റ്റബിളായി കൃഷ്ണനെ വിളിക്കുന്നു. കൃഷ്ണൻ സാർ, ഇതുവരെയും ഇവിടെ നടന്നിട്ടുള്ള മോഷണത്തിനും കൊലപാതകത്തിനും പിന്നിൽ സത്യനും ആനന്ദമാണെന്ന് പറയുന്ന സമയം തന്നെയായിരുന്നു കൃഷ്ണൻ വിജയെ ഉഴപ്പിച്ച് നോക്കിക്കൊണ്ടു പോകുന്നത്. അവിടെയാണ് കഥയിൽ വലിയൊരു ട്വിസ്റ്റ്.
ഈ ഗ്രാമത്തിൽ ഇത്രയും നാൾ നടന്നിരുന്ന കൊള്ളയ്ക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ മറ്റാരുമല്ല, കൃഷ്ണനും സത്യനും ആനന്ദുമാണ്. വിജയ് സാറേ, സാർ ഒരു ബുദ്ധിമാൻ തന്നെ. എത്ര പെട്ടെന്നാ സാർ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയത്. ഞങ്ങളിതെല്ലാം ചെയ്തിട്ട് ആരും അറിയാതെ നൈസിന് ഇതെല്ലാം ഒതുക്കി തീർക്കാമെന്നാ കരുതിയത്. പക്ഷേ സാർ അതിനു മുൻപ് കയറി ഗോളടിച്ചു കളഞ്ഞു. സാറിനെ ഞങ്ങൾ കൊല്ലണമെന്നാ പ്ലാൻ ചെയ്തിരുന്നത്. അതിനു മുൻപ് സാറ് കാര്യങ്ങളെല്ലാം കണ്ടെത്തിയില്ലേ? ഇനി എന്താണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് സാറ് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് എന്താണ് അവർ ചെയ്തു കൂട്ടിയെന്നുള്ളതൊക്കെ പറയുവാനായി ആരംഭിച്ചു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അരുൾ, അൻപ്, മണികണ്ഠൻ, കുമാർ എന്നിങ്ങനെ 4 പേർ തമിഴ്നാട്ടിൽ ഒരുപാട് ക്രിമിനൽ കേസുകളിലേക്ക് പെട്ട് തമിഴ്നാട്ടിൽ ഒരു ബാങ്കും കൊള്ളയടിച്ചിട്ടാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവരാണെങ്കിലോ ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതും. മാത്രവുമല്ല ഇവർക്ക് ഡ്രഗ്സ് ഡീലിംഗ് ഒക്കെയുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ 4 പേരിൽ ഒരാളായ കുമാർ ആണെങ്കിലോ പോലീസിന്റെ കയ്യിൽ അകപ്പെടുന്നു. അതായത് കൃഷ്ണന്റെയും സജിയുടെയും ആനന്ദിന്റെയും കൈവശം. പോലീസുകാർ അവനെ കൊണ്ടുവന്ന് ഒരുപാട് ചോദ്യം ചെയ്യുകയാണ്. അവന് ക്രിമിനൽ കേസൊക്കെ ഉണ്ടല്ലോ, മാത്രമല്ല ഡ്രഗ്സ് ഒക്കെ കൈമാറുന്നുമുണ്ട്. എന്നാൽ കുമാർ പറയുന്നത്, സാറേ എന്നെ എന്തിനാ ഇങ്ങനെയിട്ട് തല്ലുന്നത്? നിങ്ങൾക്ക് കുറച്ച് കാശ് തന്ന് ഇത് ഒതുക്കാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ അത് കേട്ട് കൃഷ്ണന് വല്ലാതെ ദേഷ്യം വരുന്നു. കുമാർ ഓവറായിട്ട് സംസാരിക്കുന്നത് കേട്ട് കോൺസ്റ്റബിളായ സത്യന് വല്ലാതെ ദേഷ്യം വരുന്നു. സത്യൻ കുമാറിനെ തല്ലും. എന്നാൽ ദേഷ്യമെന്ന കുമാർ സത്യനെയും തിരിച്ചു തല്ലുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ ദേഹത്ത് കൈവച്ചാൽ എന്താ സംഭവിക്കുക? എല്ലാ പോലീസുകാരും ചേർന്ന് കുമാറിനെ അങ്ങ് മേഞ്ഞു. ഒരു ഘട്ടത്തിൽ പോലീസുകാരുടെ തല്ലുകൊണ്ട് കുമാർ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഒരു പ്രതി മരണപ്പെട്ടു പോയി. അവരുടെ ജോലി പോകാൻ അത് തന്നെ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഇത് പുറത്തറിയണ്ട എന്ന് കരുതി പോലീസുകാർ 3 പേരും ചേർന്ന് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. അരുൾ, അൻപ്, മണികണ്ഠൻ ഇവരെ 3 പേരെയും കൊണ്ട് എന്തെങ്കിലും മോഷണം നടത്തിക്കണം. എന്നിട്ട് അവരെ 3 പേരെയും പിടികൂടുന്ന സമയത്ത് കുമാറിനെ കൊന്നത് ഇവരാണെന്നുള്ളത് അവരുടെ തലയിലങ്ങ് ഇട്ടുകൊടുക്കണം. അങ്ങനെയുള്ള കാര്യം പോലീസുകാർ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് അരുളിനും അൻപിനും മണികണ്ഠനും അടുത്തെത്തിയിട്ട് ആനമല ഫിനാൻസ് കമ്പനി നിങ്ങൾ കൊള്ളയടിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ഷെയർ നമുക്കെല്ലാവർക്കും പകുതി പകുതിയായി വീതിച്ചെടുക്കാമെന്നുള്ള കാര്യം പോലീസുകാർ പറയുന്നു. എന്നിട്ട് പോലീസുകാരാണ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത്. പോലീസുകാരുടെ സഹായത്തോടു കൂടി അരുളും അൻപും മണികണ്ഠനും ചേർന്ന് ആനമല ഫിനാൻസ് കമ്പനി കൊള്ളയടിച്ചു. കൊള്ളയടിച്ച മുതലുമായിട്ട് 3 പേരും നേരെ എത്തുന്നത് കൃഷ്ണനും സത്യനും ആനന്ദിനും അടുത്തേക്കാണ്. കഷ്ടപ്പെട്ട് കൊള്ളയടിച്ചത് ഞങ്ങൾ 3 പേരും. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ പങ്ക് തരണമോ? പറ്റില്ല. ഞങ്ങളുടെ കൂട്ടുകാരനെ സ്റ്റേഷനിൽ വെച്ച് അടിച്ചു കൊന്നതും പോരാ, നിങ്ങൾക്ക് ഇതിന്റെ പങ്കും വേണോ? കുമാറിനെ കൊന്നത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അകത്താകും, നിങ്ങളുടെ ജോലിയും പോകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അരുളും അൻപും മണികണ്ഠനും ചേർന്ന് 3 പേരെയും ഭീഷണിപ്പെടുത്തുന്നു. കൃഷ്ണനും സത്യനും ആനന്ദിനും വല്ലാതെ ദേഷ്യം വരികയും അവർ 3 പേരും ചേർന്ന് അരുളിനെയും അൻപിനെയും മണികണ്ഠനെയും കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗ്രാമത്തിന്റെ ഓരോ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഡെഡ് ബോഡി ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതുവരെയും നടന്ന 3 കൊലപാതകങ്ങളും ആനമല ഫിനാൻസ് കമ്പനി കൊള്ളയടിച്ചതും ഈ 3 പോലീസുകാരാണ്, കൃഷ്ണനും സത്യനും ആനന്ദും. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ വിജയ് താൻ ഈ ഒരു വിവരം SP അറിയിക്കുമെന്ന് പറഞ്ഞ് അവരെയൊക്കെ അടിച്ചിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് വിജയ്ക്ക് മുന്നിലായിട്ട് വിദ്യ വന്ന് നിൽക്കുന്നത്. വിദ്യയാണെങ്കിലോ വിജയെ അടിച്ചിടുകയും ചെയ്യുന്നുണ്ട്. വിദ്യയും 3 പേരുടെയും കൂട്ടത്തിലുള്ളതാണ്. ഇവർ 4 പേരും ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തു കൂട്ടിയത്. 3 കോൺസ്റ്റബിൾമാരും പുറത്തേക്ക് വന്നിട്ട് വിജയെ അകത്തേക്ക് വലിച്ചിട്ടതിന് ശേഷം കതക് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടിട്ട് വിജയെ തല്ലുകയാണ്. അതിനിടയിൽ വിജയ് ചോദിക്കുന്നുണ്ട്, കുമാറിന്റെ ഡെഡ് ബോഡി നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. ദൃശ്യത്തിൽ മോഹൻലാൽ പറയുന്നത് പോലെ കൃഷ്ണന്റെ മറുപടി, ഡെഡ് ബോഡി കണ്ടുകിട്ടാത്തിടത്തോളം കാലം മാത്രമാണ് ഞങ്ങൾക്ക് സേഫ്റ്റി എന്നതായിരുന്നു. എവിടെയാണ് കുമാറിന്റെ ഡെഡ് ബോഡി ഉള്ളതെന്നുള്ള കാര്യം വിജയോട് അവർ പറഞ്ഞതേയില്ല. എന്നാൽ വിജയ് ആണെങ്കിൽ 3 പേരെയും അടിച്ച് തകർക്കുകയാണ്. ജനങ്ങളെ കാത്തുരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇങ്ങനെയായാലും എന്താ ചെയ്യുക? വിജയ് ഇവരെ തല്ലി ചതയ്ക്കുന്നു. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് 4 പേരെയും അടിച്ച് തകർക്കുകയാണ്. ഒടുവിൽ അടികൊണ്ട് 4 പേരും അവശരാകുന്നു. അതേസമയം SP മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് വരികയാണ്. കതക് തല്ലി തുറന്നാണ് അകത്തേക്ക് കടക്കുന്നതും. അവർ കാണുന്ന കാഴ്ച 4 പേരും ബോധമറ്റ് കിടക്കുന്നു. ആകെ ബോധമുള്ളത് വിജയ്ക്ക് മാത്രമാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി SP മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും 4 കോൺസ്റ്റബിൾമാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. വിജയ് ഈ ഒരു കേസ് തെളിയിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 4 പോലീസുകാരും ചേർന്ന് ഈ മോഷണവും കൊലപാതക കുറ്റവുമെല്ലാം ആ തമിഴ്നാട് സ്വദേശികളുടെ മേലിട്ടിട്ട് രക്ഷപ്പെട്ടേനെ. കഷ്ടപ്പെട്ടാണ് വിജയ് ഈ ഒരു കേസ് തെളിയിച്ചിരിക്കുന്നതും. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.